ഹായ് ഓൾ, വെൽക്കം ടു ടൂസ് അക്കാഡമി. ടൂസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ് എക്സാമിന് മുന്നോടിയായി പഠനത്തിലേക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അക്കാഡമിയിൽ നിന്ന് ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റാപ്പിഡ് റിവിഷൻ സെഷനും ഇമ്പോർട്ടൻ്റ് കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അരിത്മെറ്റിക്കും ഓൾജിബ്രയും മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ട്രിഗ്നോമെട്രി ജോമെട്രി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, സ്റ്റാറ്റിക് പ്രോബബിലിറ്റി തുടങ്ങിയവയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കേട്ടറ്റ്, സിടെറ്റ്, സെറ്റ്, നെറ്റ്, HSA, HSST, ജനറൽ PSC തുടങ്ങിയ എല്ലാ കോച്ചിങ്ങുകളും അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഉദ്യോഗാർത്ഥികളെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ അക്കാഡമിക്ക് സാധിച്ചിട്ടുണ്ട്. അക്കാഡമിയുടെ ഭാഗമാകുവാൻ താല്പര്യം ഉള്ള ആളുകൾക്ക് സ്ക്രീനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. അപ്പോൾ സമയം ഒട്ടും കളയാതെ തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ദി സം ഓഫ് ദി 11th and 21st terms of an arithmetic sequence is 80. What is the 16th term? എന്താണ് ക്വസ്റ്റ്യൻ? സം ഓഫ് 11th and 21st term of an arithmetic sequence is 80. What is the 16th term? അപ്പൊ നമുക്കതൊന്ന് എഴുതി നോക്കിയാലോ, എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന്. 11th ടേം എന്ന് പറയുമ്പോൾ നമുക്ക് X11 ഇങ്ങനെ എഴുതാം അല്ലെ. X11 A11 എഴുതാം. X11 പ്ലസ് X21, 11th ടേമും 21st ടേമും തമ്മിലുള്ള സമ്മാണ് 80 എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത അടുത്തൊരു X16 എന്ന് പറയുന്ന ഒരു ടേമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് എന്തുകൊണ്ടാണ് ഈ X16th ടേം ചോദിച്ചത് എന്ന് വിചാരിക്കും അല്ലേ. പക്ഷെ ഇവർ തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലാകും. In an arithmetic sequence, what we need to find the sum of two terms at the same distance behind and ahead a term is twice this term. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ അകത്ത് ഒരു ടേം നമ്മൾ എടുത്തു. ആ ടേമിന് മുൻപും പിൻപും ഉള്ള കുറച്ച് ടേംസ്. ആ ടേമിന്റെ പ്രത്യേകത എന്താ? സെയിം ഡിസ്റ്റൻസിലായിരിക്കണം. ഓക്കെ, ആ ടേംസ് എല്ലാം ഒരു ടേം നമ്മളിവിടെ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനോട് സെയിം ഡിസ്റ്റൻസിലുള്ള ഏത് രണ്ട് ടേംസ് എടുത്തിട്ട് അവരുടെ സം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മൾ ഈ എടുത്ത ടേമിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും ആ സം എന്ന് പറയുന്നത്. അതിവിടെ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ മതി. നമ്മൾ X16 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ X21 എന്ന് പറയുന്നത് 16ൽ നിന്ന് 5 അകലെയല്ലേ? 5 അകലെയാണ് അല്ലേ. 21 മൈനസ് 16 എന്ന് പറയുന്നത് 5 ആണ്. അതുപോലെ തന്നെ X11 5 പുറകോട്ടാണ്. ഇത് 5 മുന്നോട്ടാണ്, ഇത് 5 പുറകോട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ X16ൽ നിന്നും തുല്യ അകലത്തിലുള്ള ആളുകളാണ് ആര്? X11 X21. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ട്വൈസ് ദിസ് ടേം എന്നാ പറഞ്ഞേക്കുന്നത്. 2 ഇൻറ്റു ആ ടേം, ഇത് മിഡിൽ ടേം ആയിട്ട് വരും ഇവരുടെ. അപ്പൊ 2 ഇൻറ്റു ആ ടേം എന്ന് പറയുന്നത് എന്താണ്? X16 ആണ് നമുക്ക് പറയാം. അത് X11ന്റെയും X21ന്റെയും സം എന്ന് പറയുന്നത് 2 ഇൻറ്റു അതിന്റെ മിഡിൽ ടേം. നമ്മൾ മിഡിൽ ടേം കണ്ടുപിടിക്കുന്ന അതേ പ്രോപ്പർട്ടി വെച്ച് തന്നെ ഇത് ചെയ്താൽ മതി. അപ്പൊ ഈ പ്രോപ്പർട്ടി അറിയാമെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാം. അപ്പൊ എന്ത് വരും? 2 ഇൻറ്റു ആ X16 എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് എഴുതാൻ പറ്റും? ഈ X11 പ്ലസ് X21 നമുക്ക് എഴുതാം. X11 പ്ലസ് X21 എഴുതാം. അങ്ങനെ വരുമ്പോൾ X11 പ്ലസ് X21 80 ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? X16 is equal to
2 ആർച്ചസിലേക്ക് പോകുമ്പോൾ 80 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 40 എന്ന് വരും. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ വരിക. ഒന്നുകൂടി നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് x11ന്റെയും x21ന്റെയും സമ്മാണ് 80 എന്നത്. കണ്ടുപിടിക്കേണ്ടത് x16 ആണ്. അറിയാവുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ടേം നമ്മൾ എടുത്തു, ആ ടേമിൽ നിന്ന് തുല്യ അകലത്തിലുള്ള രണ്ട് ടേംസ് കൂടി നമ്മൾ കൺസിഡർ ചെയ്തു. ഒന്ന് മുൻപിലേക്ക് ഒന്ന് പുറകിലേക്കും ആയിരിക്കുമല്ലോ ടേംസ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ടേംസുകൾ തമ്മിൽ കൂട്ടുന്നത്, അവരുടെ സം എന്ന് പറയുന്നത് ഈ നടുവിലുള്ള ഈ മിഡിൽ ടേമിനെ 2 ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ x16 എന്ന് പറയുന്നതിൽ നിന്നും 5 ടേം അകലെയുള്ളയാളാണ് നമ്മുടെ x21. അതുപോലെ തന്നെ 5 ടേം പുറകിലുള്ളയാളാണ് x11 എന്ന് പറയുന്നത്. ഇത് -5, ഇത് +5. ഈ x11ന്റെയും x21ന്റെയും സം എന്ന് പറയുന്നത് 2 ഇൻറ്റു x16 എന്ന് പറയാൻ പറ്റും. അപ്പൊ 2 നമുക്കറിയാം x11 പ്ലസ് x21 ഇവിടെ തന്നിട്ടുണ്ട് 80. സോ 80 ഈക്വൽ ടു 2 ഇൻറ്റു x16. സോ x16 നമുക്ക് എങ്ങനെ എഴുതാം? x16 is equal to 40 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ നമ്മുടെ ആൻസർ ഏതായിരിക്കും വരിക? ഓപ്ഷൻ ബി നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഈ പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. നമ്മൾ ഓൾറെഡി ഇതുപോലുള്ള കുറച്ചധികം പ്രോപ്പർട്ടീസ് നമ്മുടെ ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ നമ്മൾ മാക്സിമം പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. എങ്ങാനും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഒക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ചിലപ്പം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദിക്കും. ഇത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ, അതെന്ത് പരിചയമാക്കി വെച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ അന്നേരം വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിലും ആൻസർ ചെയ്യാം, പക്ഷെ 1 മിനിറ്റിനുള്ളിൽ ആ ക്വസ്റ്റ്യന്റെ ആൻസർ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് നന്നായി തന്നെ ഇത് വായിച്ച് മനസ്സിലാക്കി തന്നെ വയ്ക്കുക. ഇക്വേഷൻ ആയിട്ട് പഠിച്ചിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ നമുക്കത് ഓർത്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, if pth term of an arithmetic sequence is q and qth term is p, then what is the common difference? നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? pth term എന്ന് പറയുന്നത് q-ഉം qth term എന്ന് പറയുന്നത് എത്രയാണ്? p-യും ആണ് എങ്കിൽ കോമൺ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. pth term എന്ന് പറയുന്നത്, ഈ പറഞ്ഞ പോലെ pth term എന്ന് പറയുന്നത് q-ഉം qth term എന്ന് പറയുന്നത് p-യും ആണെങ്കിൽ rth term കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല നമ്മൾ കഴിഞ്ഞ വർഷത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്തതുമാണ്. അതിനെ ബേസ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞ കട്ടത്ത് എക്സാമിൽ ചോദിച്ചതുമാണ്. അപ്പൊ ലൈവ് കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക. എന്നിട്ട് ഈ rth term കാണുന്നതിനുള്ള ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ കൂടുതൽ പഠിക്കുകയുള്ളൂ. അങ്ങനെ പോയി കണ്ട് ഒന്ന് കമന്റ് കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഓർമ്മയിൽ നിൽക്കും. നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. എന്നാ ഇതിന് നമ്മൾ ഒരു ഉത്തരം കാണാതെ ഇങ്ങ് പഠിക്കാവുന്ന കാര്യമുള്ളൂ. കാരണം എല്ലായ്പ്പോഴും അത് തന്നെയായിരിക്കും ഇതിന്റെ അകത്ത് ആൻസർ വരിക ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ. പക്ഷെ നമുക്കത് എങ്ങനെ വന്നേന്ന് നോക്കാം. pth term q-ഉം qth term p-യും ആണെങ്കിൽ നമുക്കറിയാം pth term എന്ന് പറയുന്നത് a പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറയുന്നത് q ആണ്. സെയിം അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ കാര്യമാണ് ഈ പറയുന്നത്. qth term എന്ന് പറയുന്നതോ a പ്ലസ് n-1 ഇൻറ്റു d ഈക്വൽ ടു p-യും ആണ്. എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാലോ, a പ്ലസ് nd മൈനസ് d ഈക്വൽ ടു q. അതുപോലെ a പ്ലസ്, ഇവിടെ n-ന് പകരം pth term അല്ലേ, സോ p മൈനസ് 1 വരും. ഇവിടെ n-ന് പകരം qth term അല്ലേ, q മൈനസ് 1 എന്ന് വരും. സോ ഇവിടെ എന്ത് വരും? pd മൈനസ് d ഈക്വൽ ടു q ആൻഡ് qd മൈനസ് d ഈക്വൽ ടു p എന്ന് വരും. ഇനി ഇത് രണ്ടും മൈനസ് ചെയ്യാം.
മൈനസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇതും പോകും, ഇതും പോകും, ഇതും പോകും, ഇതും പോകും. ബാക്കി എന്തേ വരുള്ളൂ? പി ഡി മൈനസ് ക്യു ഡി ഈക്വൽ ടു ക്യു മൈനസ് പി എന്നാ വരിക. അതായത് ഇതിൽ നിന്ന് ഡി കോമൺ പുറത്തെടുത്താൽ പി മൈനസ് ക്യു ഇൻറ്റു ഡി ഈക്വൽ ടു ക്യു മൈനസ് പി എന്ന് വരും. അപ്പൊ ഡി ഈസ് ഈക്വൽ ടു എന്ത് വരും? ക്യു മൈനസ് പി ഡിവൈഡഡ് ബൈ ഈ പി മൈനസ് ഡി ആർ എച്ച് എസിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ വരും, പി മൈനസ് ക്യു വരും. ഇനി നമുക്ക് ഒരു മൈനസിന് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് പി മൈനസ് ക്യൂ ആകും. ഇത് താഴെ പി മൈനസ് ക്യൂ ഓൾറെഡി ഉണ്ട്. എത്ര വരും? -1 നമുക്ക് ആൻസർ കിട്ടും. ഇതൊരു റിസൾട്ട് ആയിട്ട് തന്നെ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടി വരില്ല. അതേ റിസൾട്ട് തന്നെ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള കുറേ സ്റ്റെപ്പുകൾ അവിടെ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ പീത്ത് ടേം ക്യൂത്ത് ടേം പി ആണെങ്കിൽ കോമൺ ഡിഫറൻസ് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? -1 തന്നെയായിരിക്കും. അത് പിയും ക്യൂവും വെച്ച് ചോദിക്കണം എന്നില്ല. അതായത് ഒരു 10th ടേം എന്ന് പറയുന്നത് 30 ആണ്, 30th ടേം എന്ന് പറയുന്നത് 10 ആണ് എങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം ഇക്വേഷൻ അവിടെ അപ്ലിക്കബിൾ ആണ്. എത്രയായിരിക്കും കോമൺ ഡിഫറൻസ്? -1 ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ഡിറൈവ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇതിങ്ങനെ നമ്പേഴ്സ് ഒക്കെ ഇട്ട് ആൻസർ കണ്ടുപിടിക്കുമ്പോൾ 1 മിനിറ്റ് കൂടുതൽ വരും ചിലപ്പോൾ. ഇതാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ വേഗം തന്നെ ആൻസർ ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ സാധിക്കും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് nth term of an arithmetic sequence is 2n plus 3, then common difference is nth term തന്നിട്ടുണ്ട്, അതായത് xn അല്ലെങ്കിൽ a എന്ന് കൊടുക്കാം, ഈക്വൽ ടു 2n plus 3 ആണ്. കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പല രീതിയിൽ കണ്ടുപിടിക്കാം കോമൺ ഡിഫറൻസ് അല്ലെ. അതായത് n is equal to 1 കൊടുക്കുക. അപ്പൊ എത്ര വരും? x1 കിട്ടും. x1 എന്ന് പറയുമ്പോൾ എന്താ? 5 വരും. n is equal to 2 കൊടുക്കുമ്പോൾ x2 കിട്ടും. x2 എന്ന് പറയുന്നത് ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 into 2 4, 4 plus 3 7 വരും. അപ്പൊ ആൻസർ എത്ര വരും? കോമൺ ഡിഫറൻസ് 2 എന്ന് കിട്ടിയില്ലേ? ഇത്രയും പ്രൊസീജിയർ ചെയ്തപ്പോഴാണ് നമുക്ക് 2 എന്ന് കിട്ടിയത്. പക്ഷെ നമുക്ക് ഒരു ഫോർമുലയുണ്ട്. ഏതാണ്? nth ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an പ്ലസ് b ആണ് ജനറൽ ഫോർമുല. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ nth ടൈം കാണുന്നതിനുള്ള ജനറൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? an പ്ലസ് ബി ആണ്. അതിൽ ഈ ഓരോ ടേമും എന്താണെന്ന് അറിയണം. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസിനോട് ഈക്വൽ ആണ്. ഈ b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുന്നതാണ്. അതായത് ഈ ഇക്വേഷൻ കിട്ടിയത്, ഈ ഫോർമുല xn is equal to an plus b കിട്ടിയത് നമ്മൾ ഓൾറെഡി നമുക്കറിയാം. a plus n minus 1 into d എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുലേനെ നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് ടേംസിനൊക്കെ ഈ എക്ക് പകരം a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ആയിരുന്നല്ലോ, അതിന് പകരം എഫ് എന്ന് പറയുന്ന നൊട്ടേഷൻ കൊടുത്തിട്ട് അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാണ് ഈ an പ്ലസ് ബി എന്ന് പറയുന്ന ഫോർമുല വന്നത്. ഈ ഫോർമുല അറിയാമെങ്കിൽ ഇതിന്റെ ഉത്തരം ഒന്നും ആലോചിക്കാതെ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അത് നമുക്കറിയാം. nth ടേമിന്റെ ഫോർമുല an പ്ലസ് ബി ആണെങ്കിൽ ആ എന്നിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നതായിരിക്കും കോമൺ ഡിഫറൻസ്. സോ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 2 എന്ന് ഡയറക്റ്റ് ആൻസർ എഴുതി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം? വീണ്ടും അവിടെ കുറച്ച് സമയം നമ്മുടെ മിസ്സാവും. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടുപിടിച്ചു, സെക്കൻഡ് ടൈം കണ്ടുപിടിച്ചു, കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കാര്യം സ്പീഡാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കുറച്ച് സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു 2-3 ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ ഇക്വേഷൻ നമ്മുടെ മനസ്സിൽ അങ്ങ് പതിയും. ഈ ഒരു കാര്യം നമുക്ക് ആ ഒരു ഫ്ലോയിൽ തന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഓർത്തെടുത്ത് എഴുതാനും പറ്റും. 2-3 രീതിയിലുള്ള ഈ നമ്പേഴ്സ് ഒന്ന് മാറ്റി കൊടുത്തിട്ട് അല്ലെങ്കിൽ ഫോംസ് ഒക്കെ ഒന്ന് മാറ്റി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ഈ ടൈപ്പ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഓൾറെഡി ഈ ടൈപ്പിലുള്ള പ്രോബ്ലം നേരത്തെ ചോദിച്ചിട്ടുണ്ട്.
അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അന്ന് ഇത് x1 x2 എന്ന് കണ്ടുപിടിച്ച് d ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതാതെ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് d ഈക്വൽ ടു 2 ആണെന്ന് ആൻസർ എഴുതി ഓപ്ഷൻ സി മാർക്ക് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റും. ഇനി നമ്മൾ എടുത്ത് ചോദിച്ചിരിക്കുന്ന അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി പാരലോഗ്രാം ഇൻ ദ ഫിഗർ. നമുക്ക് ഈ ഫിഗറിന്റെ അകത്തൊരു പാരലോഗ്രാം തന്നിട്ടുണ്ട്. ആ പാരലോഗ്രാമിന്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഒരു പാരലോഗ്രാം ആണ്, അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ അറിയണോ അല്ലേ? എന്താണ് ഒരു പാരലോഗ്രാമിന്റെ ഏരിയ എന്ന് പറയുന്നത്? ഏരിയ ഓഫ് എ പാരലോഗ്രാം, ഏരിയ ഓഫ് എ പാരലോഗ്രാമിന്റെ ഫോർമുല ബി എച്ച് ആണ്. ബി ഇൻറ്റു എച്ച്. അപ്പൊ ഇവിടെ എന്താ ഉള്ളത്? ബേസ് ഉണ്ട്. ബി എന്ന് പറഞ്ഞാൽ ബേസ് ആണ്, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. ബേസ് ഉണ്ട്, ഹൈറ്റ് എന്തോ ഹൈറ്റും ഉണ്ട്. ഹൈറ്റ് ഇതാണല്ലേ, പക്ഷെ ഹൈറ്റിന്റെ മെഷർമെന്റ് നമുക്കുണ്ടോ? ഹൈറ്റിന്റെ മെഷർമെന്റ് നമുക്കില്ല. ഇതാണ് ഹൈറ്റ് എന്നറിയാം. ഈ ആംഗിൾ ആണ് 60 ഡിഗ്രി തന്നിരിക്കുന്നത്. ഈ ആംഗിളിലെ 60 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. സോ ഈ ആംഗിൾ 60 ആണ്, ഇത് എച്ച് ആണ്, ഇത് 2 ആണ്. അപ്പൊ അത് നമുക്ക് എച്ച് കണ്ടുപിടിക്കണം. അപ്പൊ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? ഈ ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ചെറിയ ഈ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്യുകയാണ്. ആ ചെറിയ ട്രയാങ്കിൾ നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എച്ച് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഈ സൈൻ 60 കണ്ടുപിടിച്ചാൽ സൈൻ 60 എന്ന് പറഞ്ഞ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. 2 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. അത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ച് അത് ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ നമുക്ക് ആ ഹൈപ്പോട്ടന്യൂസും ഈ എച്ചും ഈ 60യും വെച്ച് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അപ്പൊ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. അതായത് സൈൻ 60 എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടുള്ള എച്ച് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിട്ടുള്ള 2. എത്ര വരും? എച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ 60 എന്ന് വരും. ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ 60 എത്രയാണ്? √3 ഡിവൈഡഡ് ബൈ 2. 2 2 ക്യാൻസൽ ചെയ്ത് പോയി, √3 ആൻസർ വരും. നമ്മുടെ ആൻസർ ആയോ √3? ചിലപ്പോൾ നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ √3 ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ എച്ച് കണ്ടുപിടിച്ച് √3 കിട്ടി, ആദ്യം പോയി √3 ചിലപ്പോൾ മാർക്ക് ചെയ്യും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടുപിടിക്കേണ്ട കാര്യം സ്പെഷ്യലായിട്ട് എഴുതി വെക്കണം. എച്ച് എന്ന് പറയുന്നത് √3 ഇട്ട് കൊടുത്താൽ നമ്മുടെ ആൻസർ 4√3, ഓപ്ഷൻ ബി എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സപ്പോസ് √3 ഫസ്റ്റ് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ആൻസർ ആവാനുള്ള സാധ്യത നമുക്ക് നമ്മൾ മാർക്ക് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക. ഏരിയ ആണോ കണ്ടുപിടിക്കേണ്ടത്, ഹൈറ്റ് ആണോ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം മാർക്ക് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ട്രിഗ്നോമെട്രീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ട്രിഗ്നോമെട്രി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഇപ്പൊ ചെയ്തത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ട്രയാങ്കിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ട്രയാങ്കിളിന്റെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശരിക്കും ട്രിഗ്നോമെട്രിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. ഇതിന്റെ അകത്ത് നമ്മുടെ ജിയോമെട്രിയുടെ ഭാഗമായിട്ടുള്ള, സിമിലാരിറ്റിയുടെ ഭാഗമായിട്ടുള്ള അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടാണ് ഇതിവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ആക്ച്വലി ഇത് ജിയോമെട്രിയുടെ ഭാഗമാണ്. എന്ത് പാരലോഗ്രാമിന്റെ ഏരിയ ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ ആൻസർ കുറച്ചുകൂടി കിട്ടും, ഈസി ആയിട്ട് കിട്ടും അല്ലെ? ഇതെന്ന് പറയുന്നത് ശരിക്കും ട്രിഗ്നോമെട്രി പോലെ തോന്നുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റ് ആയിട്ട് ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പല പല ജിയോമെട്രിയുടെ പ്രോപ്പർട്ടി അറിയാമെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? ബേസും വേണം, ഹൈറ്റും വേണം. ഇത് എന്ന് പറയുന്നത് എന്ത് തരം ട്രയാങ്കിൾ ആണ്? ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ് അല്ലെ? ഇത് 4 ആണ്, ഇത് 4 ആണ്. ഫസ്റ്റത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ ഈ രണ്ട് സൈഡ്സ് ആണ് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ്. അപ്പൊ അവരുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് ഇവർ ഈക്വൽ ആണ്. ഒരു ആംഗിൾ 120 ഡിഗ്രി എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ആ വലിയ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് ആംഗിൾസും കണ്ടുപിടിക്കണം. ഈ ആംഗിളും വേണം,
ഈ ആംഗിളും വേണം. ഇത് രണ്ട് ഈക്വൽ ആംഗിൾസ് ആ. ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഇത്രയും 120 ആണെങ്കിൽ ബാലൻസ് എത്ര വരിക? 60 ആണ് വരിക. ഇവർ രണ്ടുപേരും കൂട്ടി കഴിയുമ്പോൾ ആര് വരണം? 60 വരണം. അപ്പൊ ഓരോ ആംഗിളും എത്ര ഡിഗ്രി വീതമായിരിക്കും? 30 ഡിഗ്രി വീതമായിരിക്കും ഈ ഓരോ ആംഗിളും. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് എത്രയാണ്? ഹൈറ്റ് വേണം, ബേസും വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഹൈറ്റ് വരച്ചു. അപ്പൊ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ വീണ്ടും നമുക്ക് ഇവിടെ ഒരു റൈറ്റ് ട്രയാംഗിൾ കിട്ടിയില്ലേ? ഇവിടെ നമുക്ക് ഒരു റൈറ്റ് ട്രയാംഗിൾ കിട്ടി. ഇതായി കിടക്കുന്ന ഒരു അടുത്ത ഒരു റൈറ്റ് ട്രയാംഗിൾ കിട്ടി. ആ ട്രയാംഗിളിന്റെ അടുത്ത് ഇത് 30 ആണെന്നുണ്ട്. ഇതിന് നമുക്ക് എച്ച് എന്നും ഒരെണ്ണത്തിന് നമുക്ക് ബി എന്നും വിളിക്കാം. ഇത് നമുക്ക് ഒരാള് നമുക്ക് എച്ച് എന്ന് വിളിക്കാം. ഇത് എച്ച്. അതുപോലെ തന്നെ ഒരാൾ നമുക്ക് ബേസിന്റെ ബിയും കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കണ്ടുപിടിച്ച് നോക്കിയാലോ? എന്ത് വരും നോക്കാം. എച്ച് കണ്ടുപിടിക്കാൻ എന്താണ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ സൈൻ 30 കണ്ടുപിടിക്കാം. സൈൻ 30 എന്ന് പറയുന്നത് എച്ച് ഡിവൈഡഡ് ബൈ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് 4 ആണ്. 4 എന്ന് വരും. സോ എച്ച് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു സൈൻ 30 എന്ന് വരും. 4 ഇൻറ്റു സൈൻ 30. അതായത് 4 ഇൻറ്റു സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ഈക്വൽ ടു 2 എന്ന് വരും. നമുക്കിനി ഈ സൈഡ് വേണം അല്ലെ? ഈ സൈഡ് അതായത് ബി വേണം. അതെന്ന് പറയുന്നത് ഈ 30നെ സംബന്ധിച്ച് അഡ്ജസന്റ് സൈഡ് ആണ്. സോ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? കോസ് 30 കണ്ടുപിടിക്കാം. കോസ് 30 ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ആയിട്ടുള്ള ബി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിട്ടുള്ള 4. സോ ബി ഈസ് ഈക്വൽ ടു എന്ത് വരും? 4 ഇൻറ്റു കോസ് 30 ഈക്വൽ ടു 4 ഇൻറ്റു കോസ് 30 എത്രയാണ്? √3 ഡിവൈഡഡ് ബൈ 2. ഈ 2ഉം 4ഉം കട്ട് ചെയ്താൽ 2√3 എന്ന് വരും. ഇനി ഏരിയ കണ്ടുപിടിക്കുക അല്ലെ? ഏരിയ ചോദിച്ചിരിക്കുന്നത് ഹാഫ് ബി എച്ച് ആണ് ഏരിയ. പക്ഷെ ബേസ് വേണം. ബേസ് കിട്ടിയോ? ബേസ് മുഴുവൻ കിട്ടിയില്ല അല്ലെ? ബേസിന്റെ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഭാഗമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ 2√3. ഇത് 2√3 ആണ്. അങ്ങനെയെങ്കിൽ ബാലൻസ് പോർഷനും എത്ര തന്നെ ആയിരിക്കും? 2√3 ആയിരിക്കും. അത് പക്ഷെ നമുക്ക് ചുമ്മാ എഴുതാൻ പറ്റില്ല. അത് ഏത് ട്രയാങ്കിളിനാണ് നമ്മൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ഒരു ഐസോസെലസ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ് ഈ വലിയ ട്രയാങ്കിൾ. അതിന്റെ ഒരു വെർട്ടക്സിൽ നിന്നും ഈക്വൽ സൈഡ്സ് രണ്ടും ജോയിൻ ചെയ്യുന്ന ആ വെർട്ടക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ആ മൂന്നാമത്തെ സൈഡിനെ ഈക്വലി ബൈസെക്ട് ചെയ്യും എന്നൊരു തിയറം ഉണ്ട് നമുക്ക്. അതായത് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ ഇത് കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത് √3 ആണെങ്കിൽ ഇത് √3 എന്ന് പറയാൻ പറ്റുന്നത്. സോ √3 പ്ലസ് √3 നമുക്ക് എന്ത് കിട്ടും? 4√3. 2√3 പ്ലസ് 2√3 എത്ര കിട്ടും? 4 കിട്ടും. അതായത് ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 4√3 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 2. 2 ക്യാൻസൽ ചെയ്യുമ്പോൾ ആൻസർ എത്ര വരും? 4√3 നമുക്ക് ആൻസർ വരും. 4√3 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ സെന്റിമീറ്റർ. ഓപ്ഷൻ ബി നമുക്ക് റൈറ്റ് ആൻസർ വരും. അപ്പൊ ഈ ഒരൊറ്റ ട്രയാങ്കിളിൽ നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തു. ഐസോസെലസ് ട്രയാങ്കിളിന്റെ 2 പ്രോപ്പർട്ടിയും ട്രിഗ്നോമെട്രിയുടെ 2 പ്രോപ്പർട്ടിയും അപ്ലൈ ചെയ്തു. അപ്പൊ ഇങ്ങനെ പല പല പ്രോപ്പർട്ടീസ് നമുക്ക് ഒരു പ്രോബ്ലത്തിൽ തന്നെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ പഠിക്കണം. അത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല, നമ്മൾ മറന്നുപോകും. അത് ശരിക്കും ഓരോരോ ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യനിലായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഏത് പ്രോപ്പർട്ടി അവിടെ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് പഠിക്കാൻ പറ്റും. 1-2 പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഒന്നാമത്തെ ടെൻഷനാണ്. അപ്പൊ അതിനിടയ്ക്ക് നമ്മൾ ചിന്തിക്കും ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും. അപ്പൊ നമുക്ക് അടുത്ത നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത ഒരു മെയിൻ ആയിട്ടുള്ള ഒരു റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ 30, 60, 90 ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സൈഡിന്റെ റേഷ്യോ എന്താണ്? 1:√3:2 ആണ്. 1:√3:2 ആണ്. ആ ഒരു മെത്തേഡ് വെച്ചും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈൻ കണ്ടുപിടിക്കാതെ നമുക്ക് ആ ഒരു മെത്തേഡ് വെച്ചും നമുക്ക് ചെയ്യാൻ പറ്റും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. അടുത്തതോ 1:1:√3 എന്ന് പറയുന്നത് 45, 45, 90 എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ റേഷ്യോ ഡിഗ്രി ഉള്ള ട്രയാങ്കിൾസിന്റെ റേഷ്യോ ആണ് 1:1:√3 എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു റേഷ്യോ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പൊ
ഈ ഒരു മെത്തേഡ് ആണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് മെത്തേഡിലും ആൻസേഴ്സ് കണ്ടുപിടിക്കാം. ഇപ്പൊ ഒരു മെത്തേഡ് നമുക്ക് ചിലപ്പോൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ഓർമ്മ വരുള്ളൂ. അപ്പൊ ആദ്യം ഓർമ്മ വരുന്ന മെത്തേഡിൽ അങ്ങ് ചെയ്യുക എന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഓഫ് ആൻ ഇക്ലാറ്റഡ് ട്രയാങ്കിൾ ഓഫ് സൈഡ് 3 സെന്റിമീറ്റർ? ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഒരു ഇക്ലാറ്റഡ് ട്രയാങ്കിൾ ഉണ്ട്. ഇക്ലാറ്റഡ് ട്രയാങ്കിളിന്റെ സർക്കിളിന്റെ റേഡിയസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് ഇക്ലാറ്റഡ് ജസ്റ്റ് ഒരു ട്രയാങ്കിൾ മാത്രമാണ് തന്നിരിക്കുന്നത് എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇക്ലാറ്റഡ് ട്രയാങ്കിളിന്റെ സർക്കിൾ കണ്ടുപിടിക്കാൻ വേറൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുല ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. പക്ഷെ വേറെ ഏതൊരു ട്രയാങ്കിളിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനും കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത ഒരു ഫോർമുല നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഏതൊരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് എനി കോർഡ് ഓഫ് എ സർക്കിൾ ഈസ് ട്വൈസ് ദ പ്രൊഡക്റ്റ് ഓഫ് റേഡിയസ് ആൻഡ് ദി സൈൻ ഓഫ് ഹാഫ് ദി സെൻട്രൽ ആംഗിൾ. സൈൻ എന്ന് പറയുമ്പോൾ SIN ആണ്, SIGN അല്ല, SIN ആണ് സൈൻ. ഹാഫ് ദി സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളൊരു റേഡിയസും തന്നിട്ടുണ്ട്, ഈ സെൻട്രൽ ആംഗിളും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇവർ നമ്മൾ ജോയിൻ ചെയ്യുന്നൊരു കോഡും കിട്ടും അല്ലെ. ആ കോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2r sin c/2 എന്ന് എഴുതാം. 2r sin c/2 എന്ന് എഴുതാം. സെൻട്രൽ ആംഗിളും റേഡിയസും തന്നു കഴിഞ്ഞാൽ 2r sin c/2 എന്ന് എഴുതാം. നമുക്ക് ഇനി മറ്റൊരു രീതിയിൽ പറയാം. നമുക്ക് സെൻട്രൽ ആംഗിൾ അല്ല തന്നിരിക്കുന്നത്, നമുക്ക് ഇവിടെ ഉള്ള ഏതെങ്കിലും ഒരു ആംഗിൾ, അതായത് ആ കോഡ് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു ആംഗിളാണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇത് C ആണെങ്കിൽ ഇത് എത്ര വരും? c/2 വരും. സോ നമുക്ക് ഡയറക്ട്ലി അങ്ങനെ കിട്ടും. അതായത് ഇവിടെ നമുക്ക് ട്രയാങ്കിൾ കിട്ടി, ആ ട്രയാങ്കിളിന്റെ സർക്കിൾ കിട്ടി. അപ്പൊ ഏതൊരു ട്രയാങ്കിളിന്റെ ഉള്ളിൽ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അതിന്റെ സർക്കിൾ എന്ന് പറയുന്നതിനെ, അതായത് സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യും. അതാണ് പറഞ്ഞത്, ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് ഈ ഫോർമുല ഉണ്ട്. പക്ഷെ ബാക്കി എല്ലാ ട്രയാങ്കിൾസിനും ഉണ്ടോന്ന് ചോദിച്ചാൽ എല്ലാ ട്രയാങ്കിൾസും നമുക്ക് ഫോർമുല എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് കുറച്ച് ട്രയാങ്കിൾസിനുണ്ട്, അതൊക്കെ നമ്മൾ മുൻ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പോയി നോക്കിയിട്ട് അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. ഞാൻ നമ്മൾ സ്വയം കണ്ടുപിടിക്കുമ്പോൾ കുറച്ചുകൂടി പഠിക്കും. അപ്പൊ നമുക്ക് അടുത്ത ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇതിന്റെ അകത്ത് നമുക്ക് ആ ആംഗിൾ തന്നിട്ടുണ്ട്, ഇവിടെയുള്ള ആംഗിൾ, അതായത് ഇത് എന്ന് പറയുന്നത് c/2 ഇക്വലന്റ് ആണ്. ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്തിനോട് ഇക്വലന്റ് ആണ്? 2r sin c/2 ഇക്വലന്റ് ആണ്. 2r sin c/2. അപ്പൊ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാലോ. 2r sin c/2 എന്ന് പറയുന്നത് എന്തിനോട് ഇക്വലന്റ് ആണ്? നമ്മുടെ ഇവിടെ നമ്മളൊരു സെൻട്രൽ ആംഗിൾ വരച്ചു കഴിഞ്ഞാലത്തെ കാര്യമാണ്, റേഡിയസ് ആണ് ഇവിടെ വരുന്നത് അല്ലെ. ആ സൈൻ c/2 എന്ന് പറയുന്നത് എന്താണ്? ഈ 3 സെന്റിമീറ്റർ ആണ്. 2r sin c/2 എന്ന് പറയുന്നതാണ് ഈ കോഡിന്റെ ലെങ്ത്, 3 സെന്റിമീറ്റർ. ഇനി അപ്ലൈ ചെയ്താൽ പോലെ c/2 നമുക്കറിയാം എന്താണ്, 60 ഡിഗ്രി ആണ്. അത് ഇതാ തന്നിരിക്കുന്നത് എങ്കിലും, അതായത് സെൻട്രൽ ആംഗിൾ ആണ് തന്നിരിക്കുന്നത് എങ്കിൽ നമ്മൾ എന്തെടുക്കണം, അതിന്റെ പകുതി എടുക്കണം. ഓൾറെഡി ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എന്തിനാ തന്നിരിക്കുന്നത്? ആ c/2 തന്നെ തന്നിരിക്കുന്നത്. സോ c/2 പകരം നമുക്ക് ഇവിടെ ആരാണ്? 60 ആണ്. ഇവിടത്തെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്, സോറി, ആ കോഡ് ലെങ്ത് എന്ന് പറയുന്നത് 3 ആണ്. അതായത് 2r sin 60 ഈക്വൽ ടു 3 എന്ന് വരും. 2r sin 60 എത്രയാണ്? sin 60 √3/2 ഈക്വൽ ടു 3 ആണ്. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ sin 60 എന്ന് പറയുന്നത് √3/2. അപ്പൊ ഈ 2 2 കട്ട് ചെയ്ത് പോയി. ബാക്കി എന്ത് വരും? r is equal to 3/√3 എന്ന് വരും അല്ലെ. എന്ത് വരും? r is equal to √3 സെന്റിമീറ്റേഴ്സ്. നമുക്ക് ഓപ്ഷൻ എ റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ട്രയാങ്കിളിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സർക്കിൾ അല്ലെങ്കിൽ റേഡിയസ് കണ്ടുപിടിക്കാം. രണ്ട് രീതി ചോദിക്കാം, സർക്കിൾ ചോദിക്കാം, റേഡിയസ് ചോദിക്കാം. ഡയറക്റ്റ് ആയിട്ട് ഫോർമുല വെച്ച് അപ്ലൈ ചെയ്യാം. അതുമല്ല, ആ ഫോർമുലയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ ഫോർമുല എടുത്ത് പറയാത്തത്. അതായത് ഇക്വലാറ്റർ ട്രയാങ്കിളുടെ നമ്മൾ ആ ഫോർമുല സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ മറ്റു പല ട്രയാങ്കിൾസിന്റെയും അങ്ങനെയുള്ള ഫോർമുലാസ് കിട്ടും. അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനും അത് എഴുതി വെക്കാനും സാധിക്കും.
ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു മെത്തേഡ് കൂടിയുണ്ട്. വേറെ ഏതൊരു ട്രയാങ്കിൾ അല്ലെങ്കിൽ വേറെ ഏതൊരു ആംഗിൾ തന്നു കഴിഞ്ഞാലും നമുക്ക് ഇത് കണ്ടുപിടിക്കാമെന്നുള്ള കാര്യമാണ് ഇവിടെ വരുന്നത്. ഇപ്പൊ അത് ആംഗിൾ 45 ഡിഗ്രി ആയിക്കോട്ടെ, 60 ആയിക്കോട്ടെ, 30 ആയിക്കോട്ടെ, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്ത് സർക്കം റേഡിയസ്. അത് സർക്കം റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് ഇത് വെച്ചിട്ട് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാനും സാധിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഫസ്റ്റ് ബാച്ച് ആണ്. നെറ്റ് ഡേ ആണെങ്കിലും LPSA ആണെങ്കിലും LPSAയുടെ ഫസ്റ്റ് ബാച്ചിൽ തന്നെ നമുക്ക് ഇത്രയും വിന്നേഴ്സിനെ പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു. നെറ്റിലും അതുപോലെ തന്നെ ഇത്രയും വിന്നേഴ്സിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.